ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കേരളത്തില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നമുക്കറിയാം. ഈ വർഷം അവസാനത്തോടു കൂടി ഒക്ടോബർ മാസത്തോടു കൂടി നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ട്രയൽ എന്ന നിലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ചെറിയ ചുരുക്കം ചില പഞ്ചായത്തുകളിലെ ചുരുക്കം ചില വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ SDPI ഒരിടത്ത് വിജയിച്ചു, മറ്റൊരിടത്ത് രണ്ടാമത് വന്നു. തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് ഗ്രാമപഞ്ചായത്തിലാണ് SDPI വിജയിച്ചത്. മലപ്പുറം ജില്ലയിലാണ് SDPI രണ്ടാമത് വന്നത്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു. കോൺഗ്രസ് അവിടെ മൂന്നാമത് പോയി എന്നുള്ളതാണ് വലിയ കാര്യം. അതുപോലെ തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു സീറ്റും കിട്ടിയില്ല. ഏതാണ്ട് 100ഓളം വോട്ടുകൾ ഉണ്ടായിരുന്നിടത്തുനിന്ന് BJP 39 വോട്ടിലേക്ക് ചുരുങ്ങി. എന്താ അവിടെ 55% വോട്ടുകൾ SDPI നേടി. ഞാൻ ആ വോട്ടിന്റെ നില ഒന്ന് പറയാം. SDPIക്ക് 674 വോട്ട്, LDFന് 448 വോട്ട്, UDFന് 148 വോട്ട്, BJPക്ക് 39 വോട്ട്. അങ്ങനെയാണ് ഏതാണ്ട് 55% വിജയം SDPI നേടി. ഇതിന് ശേഷം സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ വലിയ LDFന്റെയും UDFന്റെ ഒക്കെ ഭാഗത്തുനിന്ന് പ്രചരണം വന്നു. എന്താ BJP ജയിച്ചാൽ പോലും കാണാത്ത രീതിയിലുള്ള വലിയ ആക്രോശങ്ങളൊക്കെയാണ് UDFന്റെ LDFന്റെ ഒക്കെ ഭാഗത്തുനിന്ന് വന്നത്. അതായത് ഒന്ന് LDFന്റെ കൺവീനർ, അദ്ദേഹം എന്തോ അപകടം എന്നൊക്കെയാണ് പറഞ്ഞത്. BJP ജയിച്ചപ്പോൾ പോലും ധർമ്മടത്ത് പിണറായി വിജയന്റെ പഞ്ചായത്തിൽ BJP ജയിച്ചിട്ട് പോലും ഇത്ര വലിയ ഞെട്ടല് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടില്ല. അവർ തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമായിട്ടായിരിക്കാം. രാഹുൽ മാങ്കൂട്ടം എന്തോ വലിയ പരിശോധനയൊക്കെ നടത്തണമെന്നാണ് പറഞ്ഞത്. ഈ രാഹുൽ എന്റെ നാട്ടുകാരനാണ്, ഞങ്ങളുടെ പഞ്ചായത്തിന്റെ അതിർത്തി പഞ്ചായത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്, ഞങ്ങളൊക്കെ അടൂരുകാരാണ്. അപ്പോ ഇദ്ദേഹം KSUയിലൂടെ വന്ന് KSUയിലൂടെ വളർന്ന് NSUവിന്റെ ഒക്കെ ദേശീയ തലത്തിൽ പ്രവർത്തിച്ച് പിന്നീട് അദ്ദേഹം കേരളത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായി കടന്നു വന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമ ചർച്ചകളിലൂടെ പ്രശസ്തനായി. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി. അദ്ദേഹത്തിനെതിരെ പല രീതിയിലുള്ള പ്രചാരണങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ SFI DFIക്കാരും ഒക്കെ സ്ഥിരം പറയുന്നുണ്ട്. എങ്കിൽ പോലും അതൊന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കല്ല. കാരണം വ്യാജ പ്രസിഡന്റ് എന്നൊക്കെയാ പറയുന്നത്. കോൺഗ്രസിൽ അങ്ങനെയാണ്. കോൺഗ്രസിൽ ജനാധിപത്യ രീതിയിൽ അല്ലാതെ SFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയും സംസ്ഥാന കമ്മിറ്റീനെയൊക്കെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് തീരുമാനിക്കുന്നത്. എന്നിട്ട് CPMായിട്ട് യാതൊരു ബന്ധമില്ലാതെ SFI പിള്ളേർ പറയുന്ന പോലെ ഒന്നും യൂത്ത് കോൺഗ്രസ്സുകാർ കാണിക്കുന്നില്ല. അപ്പോ രാഹുൽ മാങ്കൂട്ട് എന്തോ പഠിക്കണമെന്നൊക്കെ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ട് അങ്ങനെ പഠിക്കുന്നുണ്ടെങ്കിൽ ഇതുകൂടെ ചേർത്ത് പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഈ പാങ്ങോടെ മാത്രം വിജയം മാത്രം നോക്കിയാൽ പോരാ, CPMനോടുകൂടെയാണ് ഈ പറയുന്നത്. കാരണം തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് ഗ്രാമപഞ്ചായത്തില് എന്താ കക്ഷി നിലവിലെ UDF 6, LDF 6, വെൽഫെയർ പാർട്ടി 1, അങ്ങനെ അതുപോലെ SDPI 3, അങ്ങനെയാണ് നിലവിലെ കക്ഷി നില. 6-7 സീറ്റുകളോടുകൂടി UDFന് വേണമെങ്കിൽ അവിടെ ഭരിക്കാം. LDF ആയിട്ട് പിന്തുണ SDPI പിന്തുണ 6-3-9 LDF ഭരിക്കും. അങ്ങനെ ഭരണം മാറ്റാനുള്ള ഒരു 3 സീറ്റ് SDPIക്ക് അവിടെ ഉണ്ട്. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ മറ്റൊരു ഗ്രാമപഞ്ചായത്തില് SDPI പിന്തുണയോടെ കൂടി കോൺഗ്രസ് അവിടെ ഭരിക്കുന്നുണ്ട്. അത് മറ്റൊരു കാര്യം. ചിലയിടത്ത് LDFും ഭരിക്കുന്നുണ്ട്. ഈ കൊല്ലം ജില്ലയിലേക്ക് വന്ന പോരോയി പഞ്ചായത്തില് SDPI മെമ്പർമാര് ചേർന്നിട്ട് BJPക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാതിരിക്കാൻ, അല്ലെ BJP ഭരിക്കാതിരിക്കാൻ വേണ്ടി ഒരു കളി കളിച്ചിട്ട് UDFനെ പിന്തുണച്ചു. UDF ആണ് ഇപ്പൊ പോരോയി പഞ്ചായത്ത് ഭരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത പഞ്ചായത്താണ് പോരോയി പഞ്ചായത്ത്. വലിയ ദൂരമൊന്നുമില്ല. അത് അദ്ദേഹം തന്ത്രപൂർവ്വം മറക്കുന്നു. പത്തനംതിട്ട ജില്ലയിലേക്ക് വന്ന തിരുവല്ല നഗരസഭ ആരാണ് ഭരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടം ചിന്തിക്കുക. ആളുടെ പിന്തുണയോടുകൂടിയാണെന്ന് ഭരിക്കുന്നതെന്നൊന്ന് ചിന്തിക്കുക. ഇവിടെ SDPI പിന്തുണയോടെ കൂടിയാണ് രാഹുലെ ഭരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം അതും ശ്രദ്ധിക്കുന്നില്ല. ഈ മറ്റൊരു നഗരസഭയായ പത്തനംതിട്ട നഗരസഭ, അത് LDFന് SDPI പിന്തുണയോടുകൂടി തന്നെ ഭരിക്കുന്നത്. അവിടെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇവിടെ UDFനും LDFനും ഒക്കെ ഒരേ ഇത് വന്നതോടുകൂടി അവിടെ പിന്നെ SDPI ആരെ പിന്തുണയ്ക്കുന്ന അവർ ഭരിക്കാവുന്ന രീതിയിൽ വന്നു. SDPI പിന്തുണ LDFനാണ്. അതുപോലെ തന്നെ കൊട്ടാങ്ങൽ പഞ്ചായത്ത് LDF SDPI കൂടെ അല്ലേ ഭരിക്കുന്നത്. അപ്പൊ LDF കൺവീനർക്ക് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല എന്നാണ് തോന്നുന്നത്.
ഇനി നിയമസഭയിലേക്ക് വരാം. നിയമസഭയില് അങ്ങ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം, ഇടയ്ക്ക് കണ്ണൂര് ധർമ്മടത്തും ഒക്കെ SDP പിന്തുണയോട് കൂടി പല ആളുകളും പഞ്ചായത്ത് ഭരിക്കുന്നുണ്ട്. മലപ്പുറത്ത് മുസ്ലിം ലീഗ് പോലും SDP പിന്തുണയോട് ഭരിക്കുന്നുണ്ട്. ഇതൊക്കെ UDF LDF തന്തൂറും മറക്കുന്നു. നിയമസഭയിലേക്ക് വന്ന മഞ്ചേശ്വരം, SDP ഏറ്റവും കൂടുതൽ വാർഡ് കമ്മിറ്റികളുള്ള പ്രവർത്തകരുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് മഞ്ചേശ്വരം. വേണമെങ്കിൽ SDP ജയിക്കാവുന്ന മണ്ഡലം. BJP vs SDP മത്സരത്തിൽ SDP വേണമെങ്കിൽ ജയിക്കാവുന്ന മണ്ഡലം. അവിടെ മുസ്ലിം ലീഗിനെ ജയിപ്പിക്കുന്നത് SDP ആണ്. മുസ്ലിം ലീഗിന് വേണ്ടി ബൂത്ത് തലങ്ങളിൽ പ്രവർത്തനം നടത്തുന്ന SDP ആണ്. അപ്പൊ അത് UDFകാര് തന്ത്രപൂർവ്വം മറന്നു പോകുന്നു. മലപ്പുറം ജില്ലയിലെ പല പഞ്ചായത്തുകളും ലീഗ് SDP ആയിട്ടാണ് ഭരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ തന്നെ ഒരു നിയമസഭ, നമ്മുടെ അബ്ദുറഹ്മാന്റെ നിയമസഭാ മണ്ഡലം, അബ്ദുറഹ്മാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞപ്പോ SDP പറഞ്ഞു നിങ്ങൾ എങ്ങനെ ജയിച്ചെന്ന് ചിന്തിക്കണമെന്ന്. അപ്പൊ ആ നിയമസഭാ മണ്ഡലം എങ്ങനെ LDF ജയിച്ചു എന്ന് LDF കൺവീനർ ഒന്ന് ചിന്തിക്കണം. SDP പിന്തുണയോടെ തന്നെയാണ് ജയിച്ചിട്ടുള്ള. പാലക്കാട് നിയമസഭ, ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞ നിയമസഭാ മണ്ഡലം, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പരസ്യമായിട്ടല്ലേ SDP ക്യാമ്പയിൻ ചെയ്തത്, ജയിപ്പിക്കാൻ വീടുകൾ കയറി ഇറങ്ങിയത്. രാഹുൽ മാങ്കൂട്ടത്തിന് പോലും SDP വോട്ട് വേണ്ടെന്ന് പറയാൻ പറ്റാത്ത രീതിയിലാക്കിയില്ലേ. അപ്പോ അത് രാഹുൽ ചിന്തിക്കുക. അതുപോലെ തന്നെ കോന്നിയില് ജനീഷ് കുമാറിന്റെ വിജയത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ള കാര്യം ജനീഷ് കുമാറിന് അറിയാം. അത് LDFകാരൊന്ന് ചിന്തിക്കുക, LDF കൺവീനർ നോക്കുക. നേമം, വട്ടിയൂർക്കാവ്, ഇവിടൊക്കെ SDP പിന്തുണയോട് കൂടി തന്നെയാണ് LDF ജയിച്ചിട്ടുള്ളത്. ഇത് നിയമസഭയുടെ, ഞാൻ ഇപ്പൊ പഞ്ചായത്ത് പറഞ്ഞു, നിയമസഭ പറഞ്ഞു. ലോക്സഭയിലേക്ക് വന്നാല്, ലോക്സഭയിലെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം, ശശി തരൂര് വീണ്ടും എങ്ങനെ ജയിച്ചു? കൃത്യമായി SDP പിന്തുണയോടുകൂടി. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് പരസ്യമായിട്ട് നന്ദി പറഞ്ഞിട്ടുണ്ട് SDP. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി നന്ദി പറഞ്ഞിട്ടുണ്ട് SDP. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ നന്ദി പറഞ്ഞിട്ടുണ്ട് SDP. ഇവിടെ പാലക്കാട് VK ശ്രീകണ്ഠൻ എങ്ങനെ ജയിച്ചു? ഇതൊക്കെ കൃത്യമായിട്ട് SDP പിന്തുണ കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ സാധിക്കാതെ LDFും UDFും ഒക്കെ SDP കുറ്റം പറയാണ്. അത് നിങ്ങൾ ജയിക്കുന്നതിന് നിർണായക പങ്ക് കേരളത്തിൽ ഇവർ ഭരിക്കുന്നുണ്ട്, ഇവർ നൽകുന്നുണ്ട്. കേരളം വിട്ടുപോയാൽ നമുക്ക് അതുകൂടെ പറയണം. കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ ഗംഗോലി പഞ്ചായത്ത് 20 വർഷമായിട്ട് BJP ഭരിക്കുന്ന പഞ്ചായത്ത്. അവിടെ UDF ഏതാണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ്, UDF സംവിധാനമൊന്നുമല്ലല്ലോ, കോൺഗ്രസ് 12 സീറ്റിലും SDP 7 സീറ്റിലും ജയിക്കുന്നു. അങ്ങനെ 19 സീറ്റിന്റെ വിജയത്തോടു കൂടി കോൺഗ്രസിന് അവിടെ പ്രസിഡന്റും SDP വൈസ് പ്രസിഡന്റും ആവുന്നു. ഒരുമിച്ചാണ് അവിടെ ഭരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇവിടുത്തെ UDFകാർ മറക്കുന്നുണ്ടോ? ഉടുപ്പി ജില്ലയിലെ തന്നെ കരവാടി ഗ്രാമപഞ്ചായത്ത് BJPക്ക് 7 സീറ്റ്, കോൺഗ്രസിന് 5, SDP 4, 9 സീറ്റുകളുമായിട്ട് SDP കോൺഗ്രസ് ഒക്കെ അവിടെ ഭരിക്കുന്നു. അതും രാഹുൽ മാങ്കൂട്ടം ഇവിടുത്തെ കോൺഗ്രസ്സുകാർ മറക്കുന്നുണ്ടോ? ചിന്തിച്ചു നോക്കുക. കേരളത്തിലും കർണാടകയിലും മറ്റു പല പ്രദേശത്തും SDP പിന്തുണയോടുകൂടി തന്നെയാണ്. ഇവിടെ LDF ആണെങ്കിലും UDF ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഒക്കെ ജയിക്കുന്നതും ഇത് നടക്കുന്നതും ഒക്കെ കാര്യം അങ്ങനെയാണ്. അപ്പൊ SDP തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ കുറ്റം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. നമ്മുടെ സംസ്ഥാനത്തോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുടനീളം വളർന്നു വന്നിട്ടുണ്ട്. അതിന്റെ പിന്തുണയില്ലാതെ ഇവർക്ക് ആർക്കും ഇനി മുന്നോട്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതാണ് നിലവിലെ സിറ്റുവേഷൻ. അപ്പോ ഇവിടുത്തെ പഞ്ചായത്തുകളിൽ, നിയമസഭകളിൽ, ലോക്സഭകളിൽ, മറ്റ് സംസ്ഥാനങ്ങളില് ഇപ്പൊ ഈ SDP പിന്തുണയോടെ തന്നെയാണ് കോൺഗ്രസ്, ഇപ്പോഴാണെങ്കിൽ UDF അല്ലെങ്കിൽ LDF CPM ഒക്കെ ഭരിക്കുന്നത്. എന്നിട്ടൊരു അവസരം വരുമ്പോൾ തള്ളിക്കളയുന്നത് അത് ആരെ സൂചിപ്പിക്കാനാണെന്ന് പ്രേക്ഷകർ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും.